നമസ്കാരം. ആശമാരെ പറ്റിച്ചതാരപ്പ, സതീശനാണേ നാട്ടാരെ. ആശമാരെ പറ്റിച്ചതാരപ്പ, സൂസിമാരാണേ നാട്ടാരെ. ആശമാരെ പറ്റിച്ചതാരപ്പ, UDF ആണേ നാട്ടാരെ എന്നൊക്കെ ഇനി ആശമാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് പാടാൻ പോവുകയാണ്. അതായത് ആശമാരെ പറ്റിച്ച UDF സർക്കാരിനെതിരെ ആശമാരുടെ സമരം ഉടൻ തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. എന്തൊക്കെ രീതിയിലുള്ള പ്രതികരണങ്ങളും എന്തൊക്കെ രീതിയിലുള്ള ആഹ്വാനങ്ങളും എന്തൊക്കെ രീതിയിലുള്ള വാഗ്ദാനങ്ങളും ഒക്കെ ആയിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ VD സതീശൻ നടത്തിയത്. സൂസിമാരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു സമരം നടക്കുന്നു. എന്തിന്റെ പേരിലാണ്? അതായത് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന ഒരു സംസ്ഥാനം, ആശമാർക്ക് ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. അങ്ങനെ ഒരു സംസ്ഥാനത്ത് സൂസിമാർ സമരം ചെയ്യുന്നു. അതായത് സർക്കാർ ആശമാരെ അവഗണിക്കുകയാണ്, അവർക്ക് വേണ്ടതൊന്നും ചെയ്തു കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു തെറ്റിദ്ധാരണ പടർത്തി ജനങ്ങളുടെ മുമ്പിൽ LDF സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കാനും UDF അധികാരത്തിൽ കൊണ്ടുവരുന്നതിനും വേണ്ടി മിനിയും സംഘവും പെട്ടെന്ന് ആശമാരുടെ കുപ്പായം അണിഞ്ഞ് അവിടെ സമരം നടക്കുകയാണ്. ആ സമരം സക്സസ് ആയി കേട്ടോ, ഇല്ല എന്നും പറയുന്നില്ല. ആ സമരം സക്സസ് ആയതുകൊണ്ടാണല്ലോ ഈ സർക്കാർ താഴെ ഇറങ്ങിയത്. ആ സമരപ്പന്തലിലേക്ക് ആരൊക്കെയാണ് വരുന്നത്? BJPയുടെ കുറെ നേതാക്കൾ വരുന്നുണ്ട്, ഒപ്പം VD സതീശനും വരുന്നുണ്ട്. VD സതീശൻ വന്ന ശേഷം നടത്തിയ പ്രഖ്യാപനം എന്താണ്? അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ, ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ ആശമാരുടെ മിനിമം വേതനം 21,000 രൂപയാക്കി മാറ്റുമെന്ന് പറഞ്ഞു. ആ നുണ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്, ആ നുണ പ്രചരിപ്പിച്ചത് SUC ആയിരുന്നു, മിനിയും സംഘവും ഒക്കെ ആയിരുന്നു. അതിൽ ഒരുപാട് ആളുകൾ വീണു. ഇപ്പൊ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? UDF അധികാരത്തിലെത്തി, ആദ്യത്തെ ക്യാബിനറ്റ് യോഗവും കഴിഞ്ഞു, മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിക്കുന്നതിനിടയിൽ അങ്ങനെ VD സതീശൻ പറയുന്നു, ഞാൻ 3,000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന്. 21,000 രൂപ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആശമാരൊക്കെ 3,000 രൂപയോ? അപ്പൊ ഇങ്ങനെയൊന്നും അല്ലല്ലോ അന്ന് പറഞ്ഞത് എന്ന രീതിയിലൊക്കെ സംസാരങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ സൂസി നേരെ ഉൾട്ടയടിച്ചിരിക്കുന്നു. SUCയുടെ മിനിയുടെ പ്രതികരണം: കുറച്ചുകൂടി തുക ഉയർത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. നിലവിൽ 9,000-ൽ നിന്ന് 12,000-ലെത്തി. 21,000 രൂപയാണ് ഡിമാൻഡ്. 21,000 രൂപ എന്നത് പട്ടിണിക്കൂലിയാണ്. ആ ഡിമാൻഡിൽ ഉറച്ചു നിൽക്കുന്നു. ആദ്യ ദിനം തന്നെ 3,000 രൂപ വർദ്ധിപ്പിച്ചത് പ്രതീക്ഷ നൽകി എന്നൊക്കെയാണ് ഈ SUCയുടെ മിനി പറയുന്നത്. സത്യത്തിൽ മിനി പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു ന്യായീകരണം ഇറക്കുന്നതാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. അതായത് ഈ മിനിയും സംഘവും ഒക്കെ ആണല്ലോ പറഞ്ഞു കിടന്നത് UDF സർക്കാർ വന്നിട്ടുണ്ടെങ്കിൽ മല മറയ്ക്കുമെന്ന്. അപ്പോ എന്തേ മല മറയ്ക്കാത്തതെന്ന് ആശമാർ തിരിച്ചു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിനി പെടുമെന്നറിയാം. അപ്പൊ മിനിയും സതീശൻ പറഞ്ഞ അതേ നുണ, സതീശൻ ഇറക്കിയ അതേ ന്യായീകരണം അങ്ങ് ഒന്നുകൂടി അങ്ങ് അറിയാമല്ലോ ടച്ചപ്പ് ഒക്കെ ചെയ്ത് ഇറക്കുകയാണ്. ഇനിയും വർദ്ധിപ്പിക്കും കേട്ടോ, ഇനിയും വർദ്ധിപ്പിക്കും കേട്ടോ എന്ന് പറഞ്ഞു വെക്കുകയാണ്. UDF ഭരിക്കുന്ന സമയങ്ങളിൽ എപ്പോഴെങ്കിലും ആശമാരെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതല്ലേ വസ്തുത. 2016-ൽ LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് ആശമാരുടെ സുവർണ കാലഘട്ടം ആരംഭിച്ചത്. വെറും 1,000 രൂപ വരെയായിരുന്നു അതുവരെ അവരുടെ ഓണറേറിയം. ആ 1,000 രൂപ എന്നുള്ളത് 9,000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചത് അതാരാണ്? അത് LDF സർക്കാരാണ്. 8,000 രൂപ ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ UDF ഭരിച്ച സമയത്താകട്ടെ എത്ര രൂപയാണ് ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചിരുന്നത്? അല്ലെങ്കിൽ എത്രയായിരുന്നു അവരുടെ ഓണറേറിയം? വെറും 500 രൂപയായിരുന്നു. ആ 500 രൂപ പോലും കറക്റ്റായിട്ട് കൊടുക്കാൻ കഴിയാത്ത ഒരു സർക്കാരായിരുന്നു UDFന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ. ആ സർക്കാരാണ് 21,000 രൂപ നൽകുമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചത്, ആശമാരെ പറ്റിച്ചത്. ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? 26,125 ആശമാർ പറയുന്നു ഞങ്ങളെ പറ്റിച്ചു എന്ന്. ജനം ഇന്ദിരാ ഗ്യാരണ്ടി ഒരു ഉഡായ്പ് ഗ്യാരണ്ടി ആയിരുന്നു എന്ന് മനസ്സിലാക്കുകയാണ്. ഇതൊക്കെ നേരത്തെ തന്നെ പല ആളുകളും പറഞ്ഞിരുന്നതാണ്. UDF ഭരണത്തിൽ വരുന്നതിന് വേണ്ടി പല നുണകളും പറയും. അതിലേതാണ് സത്യം ഏതാണ് നുണ എന്ന് കണ്ടുപിടിക്കേണ്ടത് ജനങ്ങളാണ്. അവിടെ ജനങ്ങൾക്ക് തെറ്റ് സംഭവിച്ചിരിക്കുന്നു. മാത്രവുമല്ല ഇന്നലെ നമ്മുടെ മുൻ ധനമന്ത്രി KN ബാലഗോപാലിന്റെ ഒരു പോസ്റ്റ് കൂടി വന്നിട്ടുണ്ട്. ഞാൻ അതുകൂടി ഒന്ന് വായിക്കാം, അതുകൂടി ഇതിനൊപ്പം ചേർത്ത് വെക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ആശാപ്രവർത്തകരുടെ ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ചില സംഘടനകളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മാസങ്ങളോളം സമരം നടന്നത്. തങ്ങൾ അധികാരത്തിലെത്തിയാൽ ആശമാരുടെ ആവശ്യങ്ങൾ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ നടപ്പിലാക്കുമെന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നാൽ അധികാരത്തിലെത്തിയതോടെ അദ്ദേഹം കൈക്കൊണ്ട നടപടി മല എലിയെ പ്രസവിച്ചതുപോലെയായി. 3,000 രൂപയുടെ വർധനവാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 2 തവണയായി 2,000 രൂപയുടെ വർധനവ് ആശാപ്രവർത്തകരുടെ വേതനത്തിൽ ഇടതു സർക്കാർ തന്നെ വരുത്തിയിരുന്നു. രണ്ടാം പിണറായി സർക്കാർ മാത്രം 3,000 രൂപയുടെ ആകെ വർധനവ് ആശാപ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട്. അംഗനവാടി, പ്രീ പ്രൈമറി, സ്കൂൾ പാചക തൊഴിലാളി, കരാർ ജീവനക്കാർ തുടങ്ങിയ എല്ലാ വിഭാഗങ്ങൾക്കും
ഇതിനൊപ്പം ഇതേ നിരക്കിൽ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു നൽകി. ഒന്നാം പിണറായി സർക്കാർ ചുമതലയേൽക്കുമ്പോൾ 1000 രൂപയായിരുന്ന ആശാപ്രവർത്തകരുടെ ഓണറേറിയം രണ്ടാം പിണറായി സർക്കാർ ചുമതലയൊഴിയുമ്പോൾ 9000 രൂപയായി വർദ്ധിപ്പിച്ചു. 8000 രൂപയുടെ ആകെ വർധനവാണ് ഈ കാലയളവിൽ ആശാ പ്രവർത്തകർക്ക് നൽകിയത്. VS അച്യുതാനന്ദൻ സർക്കാർ ചുമതലയൊഴിയുമ്പോൾ 500 രൂപയായിരുന്ന ആശാ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടന്ന സമരം ഇപ്പോഴും കേരളം മറന്നിട്ടില്ല. 5 വർഷ ഭരണത്തിനൊടുവിൽ 500 രൂപയുടെ വർധനവ് മാത്രമാണ് ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചത്. ഇതാണ് യാഥാർത്ഥ്യം എന്നാണ് പറയുന്നത്. 500 രൂപ പോലും കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആ 500 രൂപ ആശാ പ്രവർത്തകർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് സമരം ചെയ്ത സംഘടനയുടെ പേരെന്താണ്? SUC എന്നായിരുന്നു, CITU എന്നായിരുന്നു. CITU നടത്തിയ സമരത്തെ തുടർന്നാണ് അന്ന് ആശമാർക്ക് വേണ്ട ആനുകൂല്യങ്ങളൊക്കെ പിന്നീട് അവർക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. INTUC പോലും SUCയുടെ ഈ സമരത്തെ പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഇത് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള സമരമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. മാത്രവുമല്ല, ഈ സമരം എങ്ങനെയാണ് വിജയിച്ചത്? ഈ സമരപന്തലിൽ ഈ സൂസിമാർക്കൊപ്പം, ഈ മിനിയും ബിന്ദു അടങ്ങുന്ന സൂസിമാർക്കൊപ്പം ഉണ്ടായിരുന്നത് മുഴുവൻ ഈ UDFന്റെയും BJPയുടെയും പ്രവർത്തകരായിരുന്നില്ലേ? അവർ ആശമാർ എന്ന രീതിയിൽ ഇവിടെ ഒരു എന്തൊക്കെയോ സംഭവങ്ങൾ കാണിച്ചു കൂട്ടുകയായിരുന്നില്ലേ? ഓരോ ദിവസവും ഇവർ പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വെക്കുന്നു. ആ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തിരുന്നത് ആശമാരാണോ? ആശമാരൊക്കെ ഫീൽഡിൽ വർക്ക് ചെയ്യുകയായിരുന്നു. പക്ഷേ അതിൽ പങ്കെടുത്തത് മുഴുവൻ ഈ രാഷ്ട്രീയ പാർട്ടികളിലെ ഒക്കെ പ്രവർത്തകരായിരുന്നു. എന്നിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരം എന്താണ്? അതായത് ഇതൊക്കെ ആശമാരാണ്, കേരളത്തിൽ ആശമാർ മുഴുവൻ തെരുവിലാണ് എന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് വാർത്തകൾ മെനഞ്ഞെടുത്തു. ആ വാർത്തകളിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വീണു. മാധ്യമങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഇതിന്റെ ഒന്നും വസ്തുത തേടി ഒരു ജനവും എങ്ങും പോവില്ല എന്ന. മാധ്യമങ്ങൾ പറയുന്നത് എന്തും സത്യമെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ഇപ്പോഴും നമ്മുടെ ഇടത്തുണ്ട്. അങ്ങനെ ഒരു വലിയ വിഭാഗം, ഒരു വിഭാഗം ഉണ്ട് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ LDF സർക്കാർ താഴെ വീണതും UDF സർക്കാർ അധികാരത്തിൽ വന്നതും. ഇപ്പോൾ തന്നെ ഒന്ന് നോക്കൂ. അതായത് 3000 രൂപ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് ആശമാരെ വഞ്ചിക്കുമ്പോഴും മാധ്യമങ്ങളുടെ തലക്കെട്ട് എന്താണ്? ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപനം അതെല്ലാം നടപ്പിലാക്കി VD സർക്കാർ എന്നാണ് പറയുന്നത്. VD സതീശൻ 3000 രൂപ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് കൊടുക്കുന്ന മാധ്യമങ്ങൾ ഒരുപക്ഷെ ഈ പ്രഖ്യാപനം നടത്തിയത് പിണറായി വിജയനാണെന്നിരിക്കട്ടെ, പിണറായി വിജയനാണെന്നിട്ട് ഈ ആശമാരെ പറ്റിച്ച് 3000 രൂപ പ്രഖ്യാപിച്ചത് എന്നിരിക്കട്ടെ, എന്താകുമായിരുന്നു തലക്കെട്ട്? VD സതീശൻ 3000 കൊടുക്കുമ്പോൾ ആഹാ, പിണറായി വിജയനായിരുന്നെങ്കിൽ ഓഹോ, എന്നിട്ട് മാധ്യമങ്ങളിൽ വരും ആശമാരെ പറ്റിച്ചു പിണറായി സർക്കാർ എന്ന് കൊടുക്കുമായിരുന്നില്ലേ? അതിന്റെ പേരിൽ അന്തിച്ചർച്ച നടത്തുമായിരുന്നില്ലേ? എന്നാൽ ഇവിടെ ഒരു അന്തിച്ചർച്ചയും നടത്തിയിട്ടില്ല, ഇവിടെ ഒരു പ്രതിഷേധവും കാണാനില്ല, ഒന്നും കാണാനില്ല. പക്ഷേ ആശമാരുടെ നേതൃത്വത്തിലുള്ള സമരം ഉടനെ തന്നെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആരംഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ അവർ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, 21000 രൂപ നൽകാമെന്ന് പറഞ്ഞ് VD സതീശൻ സർക്കാർ പറ്റിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി അത് മേടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള റിയൽ ആശമാരുടെ സമരമായിരിക്കാം ഒരുപക്ഷെ കാണാൻ പോകുന്നത്. മാധ്യമങ്ങൾ എത്രയൊക്കെ VD സർക്കാരിനെ സംരക്ഷിക്കാൻ നോക്കിയാലും ആശമാരുടെ ശബ്ദം, ജനങ്ങളുടെ ശബ്ദം അത് ഇങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കും. VD സതീശൻ സർക്കാർ 21000 രൂപ വർദ്ധിപ്പിക്കണമായിരുന്നു. 21000 രൂപ വർദ്ധിപ്പിക്കുന്ന സുപ്രധാന ആ ഒരു തീരുമാനത്തിന് വേണ്ടിയാണ് പല ആളുകളും കാത്തിരുന്നത്. തീർച്ചയായും 10 വർഷം പ്രതിപക്ഷത്തിരുന്ന ഒരു പാർട്ടി ഭരണത്തിൽ വരുമ്പോൾ അത്തരത്തിലുള്ള സുപ്രധാനമായിട്ടുള്ള പല വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി നിറവേറ്റി കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടിയിരുന്നത്. കാരണം അത്രയധികം സപ്പോർട്ട് പ്രതിപക്ഷത്തിന്റെ പോലും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ. അതായത് ആശമാർക്ക് 21000 രൂപയാക്കി നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കൂ എന്ന് തന്നെയല്ലേ സഖാക്കളും ഇടതുപക്ഷവും പറയുന്നത്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ 21000 എന്ന് പറഞ്ഞ സ്ഥാനത്ത് ആ ഒന്ന് ഇപ്പുറത്തേക്ക് തിരിച്ചിട്ട് അത് 12000 രൂപയാക്കിയിരിക്കുന്നു. എന്നിട്ട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നു ഇനിയും മന്ത്രിസഭാ യോഗങ്ങൾ ഉണ്ടല്ലോ എന്ന്. അതായത് നാളെ നീളെ ഈ നാളെ നീളെ നമ്മൾ UDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. എന്തായാലും ഒന്നുകൂടി ഇതൊന്ന് പാടുകയാണ്. അപ്പോ ഈ പാട്ട് മറക്കണ്ട. ആശമാരെ പറ്റിച്ചതാരപ്പ സതീശനാണേ നാട്ടാരെ, ആശമാരെ പറ്റിച്ചതാരപ്പ മുഖ്യമന്ത്രി സതീശന നാട്ടാരെ, ആശമാരെ പറ്റിച്ചതാരപ്പ സൂസിമര നാട്ടാരെ, ആശമാരെ പറ്റിച്ചതാരപ്പ UDF സർക്കാർ നാട്ടാരെ. ഇത് തന്നെ പറയും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.